സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 14-15 വാക്യം. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 14-15 വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. വിടുവിക്കപ്പെട്ടവരായിരിക്കുന്ന നമ്മൾ, പ്രത്യേക ജീവപര്യന്തം മരണഭീതിയുടെ അടിമകളായിരുന്ന നമ്മളെ കർത്താവ് ജീവിപ്പിച്ച് നിത്യജീവൻ നൽകി ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവപര്യന്തം മരണഭീതിയുടെ അടിമകളായി. ഒരു കാലത്ത് എന്നെയും ആ ഭയങ്കരമായിരിക്കുന്ന ഭീതി ഭരിച്ചുകൊണ്ടിരുന്ന നാളുകൾ ഞാൻ നോക്കുക. ആ മരണഭീതി എന്ന് പറയുന്നത് കേവലം ഭൗതിക ശാരീരിക മരണത്തിന്റെ ഭീതിയല്ല, നിത്യമായിരിക്കുന്ന നാശത്തിലേക്ക് പോകുന്ന ഭീതി, നിത്യ നരകത്തിന്റെ ഭീതി. ദൈവത്തിന്റെ വചനത്തെ യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞപ്പോൾ ആ ഭീതി ഭയങ്കരമായിരുന്നു. എന്നാൽ ആ ഭയങ്കരമായിരിക്കുന്ന ഭീതിയിൽ നിന്ന് ദൈവം കൃപയാൽ രക്ഷിച്ചു, വീണ്ടെടുത്തു. ആ ഭീതി മാറ്റിത്തന്നു. അത് എപ്രകാരമാണ്? തന്റെ സ്വന്തം പുത്രനെ കാൽവറിയിലെ ക്രൂശില് മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, പുത്രനെ കാൽവറിയിലെ ക്രൂശിൽ കൈവിട്ടുകൊണ്ട്, പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ, ഒരു പാപമില്ലാത്ത പുത്രനെ കാൽവറിയിലെ ക്രൂശിൽ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ഭയങ്കരമായിരിക്കുന്ന മരണഭീതിയിൽ നിന്നുള്ള വിമോചനം ലഭിച്ചത്, വീണ്ടെടുപ്പ് ലഭിച്ചത്. അത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ കർത്താവിനെ സ്തുതിക്കാതിരിക്കാനായിട്ട് കഴിയും? ഇന്ന് രാവിലെ നമുക്ക് ഓർക്കാനായിട്ടുള്ളത്, ലോകത്തില് നമുക്ക് ഇവിടെ നിന്ന് മാറ്റപ്പെടേണ്ട സമയങ്ങളുണ്ട്. അത് ആ മരണം ചെറിയൊരളവില് ഭീതിയും ദുഃഖവും ഒക്കെ തരുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ ലഭിച്ചവരാണ് ദൈവമക്കൾ. അതിന് മുഖാന്തരമായി തരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം ഇന്ന് രാവിലെ നമുക്ക് ഓർക്കാനായിട്ടുള്ളതും അത് തന്നെയാണ്. എന്നെ ജീവിപ്പിക്കുവാനായിട്ട്, എന്റെ മരണഭീതി മാറ്റിത്തരുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ ഘട്ടങ്ങളാൽ തികഞ്ഞവനായിട്ട് തീർന്നു. ആ ക്രൂശിൽ സകലവും നിവൃത്തിയാക്കിക്കൊണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ ജയം എവിടെ? നമുക്ക് ധൈര്യത്തോടെ പറയാനായിട്ട് കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ജയവീരനായിട്ട് ഇന്ന് സ്വർഗത്തിൽ സകല സ്തുതിക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായിട്ട് വാണുകൊണ്ടിരിക്കുക. ആ കർത്താവിന്റെ മുമ്പിൽ നമുക്ക് നമിക്കാം, കുമ്പിടാം, ആരാധിക്കാം, അവനെല്ലാം മഹത്വം അർപ്പിക്കാം. നമ്മുടെ കർത്താവ് വേഗം വരും. ആമേൻ.